2G സ്പെക്ട്ര തൊപ്പിപ്പോയത് കോൺഗ്രസിന്. അഴിമതി കണ്ട് രാജ്യം വിറങ്ങലിച്ച നാളുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രണ്ടാം UPA സർക്കാർ വീണ്ടും അധികാരമേറ്റ ഘട്ടത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച അഴിമതികളിൽ ഒന്നായിരുന്നു 2G സ്പെക്ട്രം അഴിമതി. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. രാജ്യം മൊത്തം രണ്ടാം വട്ട UPA സർക്കാർ അധികാരമേറ്റ ആഘോഷത്തിമിർപ്പിലെ ലഹരി നുണയുന്ന സമയം. അന്ന് ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണമില്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു രാജ്യത്തിലെ വൻകിട കോർപ്പറേറ്റുകൾ. ഈ സമയത്താണ് കോർപ്പറേറ്റുകൾക്കും സർക്കാരിനുമിടയിൽ ഇടനിലക്കാരനായ രഞ്ജൻ ഭട്ടാചാര്യയുടെയും, അതായത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ മരുമകൻ രഞ്ജൻ ഭട്ടാചാര്യരുടെയും റിലയൻസ് ഉടമ മുകേഷ് അംബാനിയുടെയും ഫോൺ കോൾ റേഡിയോ ടേപ്പിലൂടെ പുറത്തു വരുന്നതും രാജ്യം ഇതിലേക്ക് ചെവി കൂർപ്പിക്കുന്നതും. രാത്രി 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്, അതായത് അർദ്ധരാത്രി സമയം. ഈ സമയത്താണ് മുകേഷ് അംബാനിയുടെ ഫോൺ കോൾ രഞ്ജൻ ചൗധരിക്ക് എത്തുന്നത്. എന്താ മുകേഷ്, സന്തോഷമായില്ലേ എന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിയല്ലോ എന്നും രഞ്ജൻ ചൗധരി ചോദിച്ചു. സന്തോഷമായി രഞ്ജൻ എന്ന് മുകേഷ് അംബാനി മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണെന്നും ഇനി കോൺഗ്രസ് ആണ് നമ്മുടെ കട, ഒരു കാര്യം മറക്കരുത്, എപ്പോഴും ഒരു പിടി വേണമെന്നും മുകേഷ് അംബാനി രഞ്ജൻ ചൗധരിയെ ഓർമ്മിപ്പിച്ചു. സ്പെക്ട്രം ഇടപാട് കാര്യക്ഷമമായി പൂർത്തീകരിച്ച ശേഷം കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയതാണ് ഇരുവരുടെയും സന്തോഷത്തിൽ ആ രാത്രി തെളിഞ്ഞു നിന്നത് എന്ന് ചുരുക്കം. പക്ഷെ അധിക നാളുകൾ വേണ്ടി വന്നില്ല. സ്പെക്ട്രം ഇടപാടുകൾ പൂർണ്ണമായി വെളിപ്പെടുത്തി CAG റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇരുവരുടെയും ചിരി മൊത്തത്തിൽ മങ്ങി. പിന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഖദർ ചുളുക്കിയ ആ കണ്ണീർ സീരീസിന്റെ തുടക്കം. പിറ്റേ ദിവസത്തെ പ്രഭാതം പുറത്തു കൊണ്ടുവന്നത് അഴിമതിയുടെ എല്ലാ റെക്കോർഡും ഭേദിക്കുന്ന 2G സ്പെക്ട്രം ഇടപാടിനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. ഖജനാവിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന CAGയുടെ കണ്ടെത്തൽ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഭരണകർത്താക്കളുമായി ചേർന്നുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ലജ്ജിപ്പിക്കുന്ന കൊള്ളയടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അഴിമതി സർക്കാർ എന്ന കറ UPAയ്ക്ക് മേൽ എന്നേക്കുമായി വീണു. സ്പെക്ട്രം ഇടപാടിന്റെ കഥ പുറത്തു വന്നതോടെ UPA ഭരണകർത്താക്കൾ ആകെ അങ്കലാപ്പിലായി. കഥയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. പുതിയ മൊബൈൽ സേവന ലൈസൻസുകൾക്കായി ടെലികോം വകുപ്പ് 2007 സെപ്റ്റംബറിൽ അപേക്ഷ ക്ഷണിച്ചതോടെയാണ് അഴിമതി ഇടപാടുകളുടെ തുടക്കം. 2001 മൊബൈൽ സേവനത്തിനായുള്ള രാജ്യവ്യാപക സ്പെക്ട്രം ലൈസൻസ് 1650 കോടി രൂപ ഫീസ് വാങ്ങിയതാണ് ലജ്ജിപ്പിക്കുന്ന അഴിമതി നാടകത്തിന്റെ തുടക്കം. 2001 മൊബൈൽ സേവനത്തിനായുള്ള രാജ്യവ്യാപക സ്പെക്ട്രം ലൈസൻസ് 1650 കോടി രൂപ ഫീസ് വാങ്ങിയാണ് വിതരണം ചെയ്തത്. ഇതേ നിരക്കിൽ തന്നെ 2007 വിതരണം ചെയ്യാൻ തുടങ്ങിയതോടെ അഴിമതിക്ക് കളമൊരുങ്ങി. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെയും ധനമന്ത്രിയായിരുന്ന P. ചിദംബരത്തിന്റെയും അറിവോടെയും സമ്മതത്തോടെയുമായിരുന്നു ടെലികോം മന്ത്രി A. രാജയുടെ നീക്കം. 2001 നിരക്കിൽ തന്നെ ലൈസൻസ് വിതരണവും ലേലം ഒഴിവാക്കി ആദ്യം വരുന്നവർക്ക് ആദ്യ പരിഗണന എന്ന തത്വത്തിൽ ലൈസൻസ് നൽകി തുടങ്ങി. ടെലികോം വകുപ്പ് എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രിയും ധനമന്ത്രിയും പച്ചക്കൊടി കാട്ടി. കടലാസ് കമ്പനികൾ ഒന്നടങ്കം ലൈസൻസുകൾക്കായി അപേക്ഷ നൽകി. 2008 ജനുവരിയിൽ 9 സ്വകാര്യ കമ്പനികൾക്കായി 122 ലൈസൻസുകൾ വിതരണം ചെയ്തു. ഫീസ് ഇനത്തിൽ 9014 കോടി രൂപ ലഭിച്ചു. ലൈസൻസ് ലഭിച്ച മാത്രയിൽ യൂണിടെക് തങ്ങളുടെ 65% ഓഹരി 6120 കോടി രൂപയ്ക്ക് നോർവീജിയൻ കമ്പനിയായ ടെലനോറിന് മറിച്ചുവിറ്റു. 13 സർക്കിളുകളിൽ ലൈസൻസ് ലഭിച്ച സ്വാൻ 50% ഓഹരി 3600 കോടി രൂപയ്ക്ക് എറ്റിസലാറ്റ് കമ്പനിക്ക് വിറ്റു. ഒരു മൊബൈൽ ടവർ പോലും നൽകാതെ ഇരു കമ്പനികളും കോടികളുടെ നേട്ടം കൊയ്തു. ഇതിലൊരു ഭാഗം DMKയ്ക്കും കോൺഗ്രസിനും ലഭിച്ചതായാണ് ആക്ഷേപം ആഞ്ഞുപതിച്ചത്. വൻ നഷ്ടം ശ്രദ്ധയിൽപ്പെടുത്തി 2010 നവംബറിൽ CAG റിപ്പോർട്ട് പുറത്തു വന്നതോടെ UPA വൻ പ്രതിരോധത്തിലായി. മാധ്യമ വാർത്തകൾ പെരുകിയതോടെ സമ്മർദ്ദത്തിലായ A. രാജ പ്രതിരോധത്തിലായി. പിന്നീടായിരുന്നു രാജി. ഒടുവിൽ സുപ്രീം കോടതി കൂടി ഇടപെട്ടതോടെ CBI കേസ് ഏറ്റെടുത്തു. കുറ്റങ്ങളെല്ലാം രാജയിൽ മാത്രം ഒതുക്കി CBI ഭരണകർത്താക്കളെ സംരക്ഷിച്ച് വിശ്വസ്തരെന്ന പദവി നേടിയെടുത്തു. 122 ലൈസൻസും 2012 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കി. ഈ ലൈസൻസുകൾ വീണ്ടും ലഭിച്ചപ്പോൾ സർക്കാരിന് ലഭിച്ചത് 60,000 കോടിയിലേറെ.
2008 വിതരണ രീതി ഖജനാവിന് വലിയ നഷ്ടം വരുത്തിയെന്ന് ഇതിലൂടെ വ്യക്തമായി. വിചാരണ വേളയിൽ രാജ 1 വർഷത്തിലേറെയും കനിമൊഴി 7 വർഷത്തോളവും ജയിലിൽ തടവിൽ കഴിഞ്ഞു. 2011 മാർച്ചിലാണ് പ്രത്യേക കോടതി സ്ഥാപിതമായത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തുടങ്ങി ഇന്നും BJPക്ക് നേട്ടമായി നിൽക്കുന്നത് 2G അടക്കമുള്ള അഴിമതികളെന്ന് നിസ്സംശയം പറയാം. ഈ ഒരൊറ്റ അഴിമതിയിൽ കോൺഗ്രസിന് രാജ്യത്തെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ വൻകിട കോർപ്പറേറ്റുകൾ മുൻനിരയിൽ നിലയുറപ്പിച്ചതോടെ പിൽക്കാലത്ത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ BJP തന്നെ മുൻനിരയിൽ നിന്ന് ഒരുക്കിക്കൊടുത്തു.